ഇന്ന് നമ്മൾ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th 4th ചാപ്റ്റർ, അതായത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന ചാപ്റ്ററാണ്. അപ്പോൾ നേരത്തെ നമ്മൾ എടുത്ത 3 ചാപ്റ്ററും വൃത്തിയിൽ പഠിക്കുക, നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ചാപ്റ്ററും ഓരോ ക്ലാസ് കേൾക്കുന്ന സമയത്ത് തന്നെ അതിന് നോട്ട്സും തയ്യാറാക്കി വെക്കുക. അപ്പോൾ ഈ ചാപ്റ്റർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പബ്ലിക് എക്സാമിന് ഒരു പ്രയാസമുള്ളൊരു ക്വസ്റ്റ്യൻ, കുറച്ചൊരു ടഫ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ ബേസ് മുതൽ, തുടക്കത്തിലുള്ള എക്സസൈസ് മുതൽ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് 9th കുറച്ച് കാര്യങ്ങൾ. അതായത് നിങ്ങൾ 9th പോളിനോമിയൽസ് പഠിച്ചിട്ടുണ്ട്, ബഹുപദം പഠിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാം കൃതി ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ പഠിച്ചിട്ടുണ്ട്, ഒന്നാം കൃതി ബഹുപദത്തിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ രണ്ടാം കൃതി ബഹുപദത്തിനെ പറ്റിയും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനൊന്നൊരു കാര്യം പറയാം. ഇപ്പോൾ 3x + 1 എന്ന് പറയുന്നത് ഒരു ഒന്നാം കൃതി ബഹുപദമാണ്, ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. കാരണം എക്സിൻ്റെ പവർ, എക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് ഇതൊരു ഒന്നാം ഡിഗ്രി ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്, ഒന്നാം കൃതി ബഹുപദമാണ്. പിന്നെ നമ്മൾ പഠിച്ചത് 9th പഠിച്ചത് രണ്ടാം കൃതി ബഹുപദമാണ്. ഫോർ എക്സാമ്പിൾ 2x² + 3x + 1. ഇപ്പോൾ 2x² + 3x + 1 എന്ന് പറയുന്നത് ഒരു രണ്ടാം കൃതി ബഹുപദമാണ്, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. കാരണം ഇതിൻ്റെ എക്സിൻ്റെ പവർ 2, ഇവിടെ എക്സിൻ്റെ പവർ 1. അപ്പോൾ ഏറ്റവും 2ലും 1ലും ലാർജ് 2 ആണ്, വലുത് 2 ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്, രണ്ടാം കൃതി ബഹുപദമാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ അനദർ എക്സാമ്പിൾ നമുക്കൊരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ പറയാം, ഒരു മൂന്നാം കൃതി ബഹുപദം പറയാം. x³ + 2x² + 3x + 2. ഇതൊരു മൂന്നാം കൃതി ബഹുപദമാണ്, തേർഡ് ഡിഗ്രി പോളിനോമിയലാണ്. കാരണം ഇവിടെ എക്സിൻ്റെ പവർ 3 കാണാം, ഇവിടെ 2 കാണാം, ഇവിടെ ഒരു 1 ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ 3, 2, 1 ഏറ്റവും ലാർജ് 3 ആണ്, ഏറ്റവും വലുത് 3 ആണ്. അതുകൊണ്ട് ഇതൊരു മൂന്നാം കൃതി ബഹുപദം എന്ന് പറയാം, ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയലാണ്. ഇതൊക്കെ നിങ്ങൾ 9th പഠിച്ചതാണ്. പക്ഷെ നമ്മൾ 10th പഠിക്കുന്നത് ഇക്വേഷനാണ്. മീൻസ് 3x + 1 എന്ന് പറയുന്നത് ഒരു ഒന്നാം കൃതി ബഹുപദമാണ്. സോ 3x + 1 = 4 എന്ന് പറയുമ്പോൾ ഇതൊരു ഒന്നാം കൃതി ഇക്വേഷനായിട്ട് മാറും, ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ, കൃതി ഒന്നായിട്ടുള്ള ഒരു സമവാക്യമാണിത്. 3x + 1 = 4 എന്ന് പറയുമ്പോൾ അതൊരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനാണ്. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ പറ്റിയിട്ടാണ്, രണ്ടാം കൃതി സമവാക്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ബേസ് എന്ന രീതിയിൽ ഒരു കാര്യം പറയുകയാണ്, 3x + 1 = 4 എന്ന് പറയുമ്പോൾ ഇതിന് എക്സിൻ്റെ നമുക്ക് സൊല്യൂഷൻ, പരിഹാരം കാണാൻ പറ്റും എന്നുള്ളതാണ്. സൊല്യൂഷൻ മീൻസ് എക്സിന് ഏത് നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് =4 കിട്ടുക, എക്സിന് സ്ഥാനത്ത് ഏത് സംഖ്യ കൊടുത്താലാണ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവുക, മീൻസ് =4 എന്ന് കിട്ടുക എന്ന് നോക്കണം, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് 4 കിട്ടുക എന്നുള്ളത് നിങ്ങൾ 8th സ്റ്റാൻഡേർഡ് പഠിച്ചതാണ്, എക്സിൻ്റെ വാല്യൂ കാണുന്ന രീതി. മീൻസ് 3x = +1 ഈക്വൽസിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ -1 ആയിട്ട് മാറും, എന്ന് പറഞ്ഞാൽ 4 - 1 എന്നായിട്ട് മാറും. കൃത്യമായി ശ്രദ്ധിക്കുക. സോ 3x + 1 = 4 എന്ന് പറയുന്നത് ഒരു ഒന്നാം കൃതി ബഹുപദമാണ്, ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ വേണം. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എക്സിന് ഏത് നമ്പർ കൊടുത്താലാണ് =4 കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ, നിങ്ങൾ 8th സ്റ്റാൻഡേർഡ് പഠിച്ച +1 ഈക്വൽസിന് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ അത് -1 ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ 3x = 4 - 1 3 ആയിട്ട് മാറും. 4 നിന്ന് കുറയ്ക്കുമ്പോൾ 3 ആണ് കിട്ടുക. ഇവിടെ എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത് ഗുണിക്കണം 3 സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഹരിക്കണം 3 ആയിട്ട് മാറും. × 3 ഈക്വൽസിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ 3 ആയിട്ട് മാറും. എന്നാൽ ഇതിൻ്റെ റിസൾട്ട് 3/3 = 1 എന്ന് പറയാം. അപ്പോൾ എക്സിനുള്ള പരിഹാരം, എക്സിൻ്റെ വാല്യൂ, വില എന്ന് പറയുന്നത്, അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് 1 ആണ്. സോ ഇവിടെ 1 കൊടുക്കുമ്പോൾ 3 × 1 31 അല്ലേ, 31 അല്ലേ. 3x മീൻസ് 3 × x ആണ്, 3 × x എന്നാണ്. അപ്പോൾ 3 × 1 3, 3 1 4 കിട്ടുന്നു. അപ്പോൾ ആ ഇക്വേഷൻ ശരിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. എന്ന് പറഞ്ഞാൽ റിസൾട്ട് നമുക്ക് 4 കിട്ടുന്നതുകൊണ്ട് എക്സിൻ്റെ പ്ലേസിൽ 1 കൊടുക്കുമ്പോൾ റിസൾട്ട് 4 കിട്ടുന്നു. അപ്പോൾ ആ ഇക്വേഷൻ ശരിയാണ്, എക്സിന് 1 കൊടുക്കുമ്പോൾ.
അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സമവാക്യത്തിൻ്റെ പരിഹാരം സൊല്യൂഷൻ എന്ന് പറയുന്നത് 1 ആണ്. ക്ലിയർ ആണല്ലോ? എന്ന് പറഞ്ഞാൽ 3x + 1 = 4 എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനാണ്, ഒരു ഒന്നാം കൃതി സമവാക്യമാണ്. അങ്ങനെയാണെങ്കിൽ അതിന് ഒരു സൊല്യൂഷനാണ് ഉണ്ടാകുക. ഒന്നാം കൃതി ആയതുകൊണ്ട് ഒരു സൊല്യൂഷനാണ് മാക്സിമം വരിക. ഒന്നാം കൃതി ആയതുകൊണ്ട് ഒരു സൊല്യൂഷൻ. ഇനി ഞാൻ പറയാൻ പോകുന്നത് സെക്കൻഡ് ഡിഗ്രിയാണ്. സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ x² + 2x + 2 എന്ന് പറയുമ്പോൾ ഇതൊരു രണ്ടാം കൃതി ബഹുപദമാണ്, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. ഇത് നിങ്ങൾ 9th പഠിച്ചാണ്. ബട്ട് ഈക്വൽ ടു 0 or equal to 1 or equal to 3 or equal to ഏതെങ്കിലും ഒരു പദം, ഏതെങ്കിലും ഒരു ടേം, അത് x വെച്ചിട്ട് ഏതെങ്കിലും ഒരു ടേം or y വെച്ചിട്ട് ഏതെങ്കിലും ഒരു ടേം. ഓക്കെ, നമുക്ക് അങ്ങനെ പറയാം. അപ്പോൾ ഇത് നമുക്ക് എന്ത് പറയാം? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയാം. ഇതാണ് രണ്ടാം കൃതി സമവാക്യം എന്ന് പറയാം. ഇതിൻ്റെ സൊല്യൂഷൻ, അതായത് എക്സിൻ്റെ പ്ലേസിൽ ഏത് നമ്പർ കൊടുത്താലാണ് ഈക്വൽ ടു 0 കിട്ടുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന് മാക്സിമം 2 വാല്യൂസ് ഉണ്ടാകുക, 2 ആൻസർ ഉണ്ടാകുക. കറക്റ്റ് പറയുകയാണെങ്കിൽ 2 സൊല്യൂഷൻ ഉണ്ടാവും. ഓക്കെ, മാക്സിമം 2 സൊല്യൂഷൻ. ഓക്കെ, ഏതെങ്കിലും ഏതെങ്കിലും 2 സൊല്യൂഷൻ ആയിരിക്കാം. അത് അതിൻ്റെ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെ വരുന്നുണ്ട് എന്നാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. അതായത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്താ? x² + 2x + 2 = 0 എന്ന് പറയുന്ന ഒരു രണ്ടാം കൃതി ഇക്വേഷൻ, രണ്ടാം കൃതി സമവാക്യം, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ 2 ആൻസർ ഉണ്ടാവും. കാരണം അത് നമ്മൾ നോക്കുന്നത് ഇവിടെ എക്സിൻ്റെ പവർ ഡിഗ്രി 2 ആണ്. എക്സിൻ്റെ പവർ 2 ആണെങ്കിൽ മാക്സിമം 2 സൊല്യൂഷൻ അതിലുണ്ടാവും. മാക്സിമം 2 ആൻസർ, 2 ഉത്തരങ്ങൾ അതിലുണ്ടാവും എന്ന് മനസ്സിലാക്കുക. തൽക്കാലം അങ്ങനെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഒരു ജസ്റ്റ് ഐഡിയ മനസ്സിലായല്ലോ. അതായത് ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഉണ്ട്. ആ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനാക്കി മാറ്റാം. ഈക്വൽ ടു ഒരു ടേം, ഒരു നമ്പർ എന്ന് കൊടുത്താൽ മതി. ഇനി നമുക്ക് എന്താ പഠിച്ചത്? സെക്കൻഡ് ഡിഗ്രി രണ്ടാം കൃതി ബഹുപദം പഠിച്ചു. ആ രണ്ടാം കൃതി ബഹുപദം ഇക്വേഷൻ സമവാക്യമായിട്ട് മാറ്റുന്നത് ഈക്വൽ ടു സമം എന്തെങ്കിലും ഒരു നമ്പർ, ഒരു ടേം, ഒരു പദം കൊടുത്തു കഴിഞ്ഞാൽ അതൊരു രണ്ടാം കൃതി ഇക്വേഷനായിട്ട് മാറും, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനായിട്ട് മാറും. അതിന് പരിഹാരം സൊല്യൂഷൻ എന്ന് പറയുന്നത് അങ്ങനെ കാണാം എന്നാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. ഒരു പ്രയാസമില്ല. ഓക്കെ, ശ്രദ്ധിച്ച് നാം കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഫസ്റ്റ് എക്സസൈസാണ്. ഓക്കെ, ഈ ഫസ്റ്റ് എക്സസൈസ് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ എവിടെയാണെന്ന് നോക്കിയിട്ട് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. അതായത് when each side of a square was reduced by 2 meter, the area became 49 square meter. What was the length of a side of the original square? ഓക്കെ, അതായത് ഒരു സമചതുരമുണ്ട്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യനാണ് പറയുന്നത്, ആൻസർ ഞാൻ പറഞ്ഞുതരാം. ഒരു സമചതുരമുണ്ട്, ഒരു സ്ക്വയർ ഉണ്ട്. അതിൻ്റെ എല്ലാ വശവും എന്ത് ചെയ്യുന്നു? 2 മീറ്റർ കുറച്ച് കളഞ്ഞു. 4 വശങ്ങളുണ്ടാകും അല്ലേ? 4 വശങ്ങൾ എന്ത് ചെയ്തു? 2 മീറ്റർ, 2 മീറ്റർ കുറച്ച് കളഞ്ഞു. അങ്ങനെ കുറച്ചതിന് ശേഷം കിട്ടുന്ന സമചതുരത്തിൻ്റെ ഏരിയ, പരപ്പളവ് എന്ന് പറയുന്നത് 49 ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ റെഡ്യൂസ്, അതായത് കുറയ്ക്കുന്നതിന് മുന്നേ നമ്മുടെ കയ്യിലുള്ള സമചതുരത്തിൻ്റെ വേണ്ടത്? സൈഡ്, ഒരു വശം എത്രയാണ്? ഇനി വരച്ച് പറയുമ്പോൾ ഒന്നും കൂടി മനസ്സിലാവും. ശ്രദ്ധിക്കുക. എൻ്റെ കയ്യിൽ ആദ്യം ഒരു സമചതുരമുണ്ട്. ഓക്കെ, ഇതിൻ്റെ വശമാണ് നമുക്ക് കാണേണ്ടത്. നമ്മൾ ചെയ്ത കാര്യം എന്താ? ഈ സമചതുരത്തിനെ ഇതെത്രയാണോ നീളം അതിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് കുറച്ച് കളഞ്ഞു, 2 സെൻറ്റിമീറ്റർ കുറച്ച് കളഞ്ഞു. അതുപോലെ ഇവിടെയും 2 സെൻറ്റിമീറ്റർ കുറച്ചു, ഇവിടെയും 2 സെൻറ്റിമീറ്റർ കുറച്ചു, ഇവിടെയും 2 സെൻറ്റിമീറ്റർ കുറച്ചു. ഒന്ന് ചെറുതാക്കി റെഡ്യൂസ് ചെയ്തു, കുറച്ചു. അങ്ങനെ വരുമ്പോൾ ചെറിയൊരു സമചതുരം കിട്ടി. ഇങ്ങനെ കിട്ടി. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 49 മീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വലിയ നമ്മുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന സ്ക്വയറിനെ ഒരു വശം എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളാണ്, വലിയ പ്രയാസമൊന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും പറയാം. എൻ്റെ കയ്യിൽ ഒരു സ്ക്വയർ, ഒരു സമചതുരമുണ്ട്. ഈ സ്ക്വയറിനെ എല്ലാ വശവും 2 മീറ്റർ ഞാൻ കുറച്ച് കളഞ്ഞു. ആ 2 മീറ്റർ കുറച്ചിട്ട് എനിക്ക് വേറൊരു ചെറിയൊരു സമചതുരം കിട്ടി. ആ സമചതുരത്തിൻ്റെ, ആ സ്ക്വയറിൻ്റെ പരപ്പളവ്, ഏരിയ എന്ന് പറയുന്നത് 49 മീറ്റർ സ്ക്വയർ ആണ്.
അങ്ങനെയാണെങ്കിൽ ആദ്യം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡ്, ഒരു വശം എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടല്ലോ? ക്വസ്റ്റ്യൻ മനസ്സിലായാലും മാത്രമേ ആൻസർ കേൾക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് ഈ നമ്മളെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന ഈ സമചതുരത്തിൻ്റെ ഒരു വശം എക്സ് ആക്കി എടുക്കുന്നു. അപ്പോൾ എല്ലാ വശവും എക്സ് തന്നെയാണ് വരിക. കാരണം സ്ക്വയറാണ്, സമചതുരമാണ്, എല്ലാ വശവും തുല്യമായിരിക്കും. പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യം എന്താ? ഈ എക്സിൽ നിന്ന് 2 മീറ്റർ കുറയ്ക്കുക ചെയ്യുന്നത്. 2 മീറ്റർ കുറയ്ക്കുമ്പോൾ ഇവിടെ x-2 ആയിട്ട് മാറും. കാരണം ഇത് ടോട്ടൽ എക്സ് അല്ലേ, അത് 2 കുറയ്ക്കുമ്പോൾ x-2 ആയിട്ട് മാറും. അതേപോലെ ഈ എക്സും x-2 ആയിട്ട് മാറും. ഇവിടെയും x-2 ആയിട്ട് മാറും, ഇവിടെയും x-2 ആയിട്ട് മാറും. എല്ലാ വശങ്ങളും എന്ത് ചെയ്യുന്നു? 2 മീറ്റർ റിഡ്യൂസ് ചെയ്യുന്നു, കുറയ്ക്കുക ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ എക്സ് ആണ് ആദ്യമെങ്കിൽ നമുക്ക് എന്താ പറയാം? x-2 ആയിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 49 ആണ്. ഇനി ശ്രദ്ധിക്കുക, ഇനിയാണ് നമ്മൾ സൊല്യൂഷൻ കാണുന്നത്, പരിഹാരം കാണുന്നത് ഇങ്ങനെയാണ്. x-2 ആണ് വശങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സമചതുരത്തിൻ്റെ സ്ക്വയറിൻ്റെ ഏരിയ കാണുന്ന ഫോർമുല വശം ഇൻറ്റു വശമാണ്. സൈഡ് ഇൻറ്റു സൈഡാണ് ഒരു സ്ക്വയറിൻ്റെ, ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ്, ഏരിയ കാണുന്ന ഫോർമുല. ഒരു സമചതുരത്തിൻ്റെ, ഒരു സ്ക്വയറിൻ്റെ ഏരിയ കാണുന്ന ഫോർമുല എന്താണ്? വശം ഇൻറ്റു വശം, അതായത് സൈഡ് ഇൻറ്റു സൈഡാണ് നമുക്ക് ഏരിയ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു സൈഡ് x-2 ആണ്. സോ x-2 ഇൻറ്റു x-2 ആണ് നമുക്ക് 49 എന്ന് പറയാം. അപ്പോൾ നമുക്കറിയുന്ന കാര്യം എന്താ? x-2 ഇൻറ്റു x-2 നമുക്ക് എങ്ങനെ എഴുതാം? x-2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? നമ്മൾ പഠിച്ച കാര്യമാണ്. ഇപ്പോൾ എക്സ് ഇൻറ്റു എക്സ് നമുക്കറിയാം, അത് എക്സ് സ്ക്വയർ ആണ് അല്ലേ? ചെറിയ ക്ലാസ് പഠിച്ചാണ്. y ഇൻറ്റു വൈ നമുക്കറിയാം, അത് y സ്ക്വയർ ആണ് അല്ലേ? പറഞ്ഞ് p ഇൻറ്റു പി നമുക്കറിയാം, അതെന്താണ്? p സ്ക്വയർ ആണ്. അങ്ങനെ നോക്കുമ്പോൾ x-2 ഇൻറ്റു x-2 നമുക്കറിയാം, അത് x-2 ഹോൾ സ്ക്വയർ ആണ്. ഈക്വൽ ടു അത് നമുക്ക് 49 എന്ന് പറയാം. അതെത്രയാണ്? 49 ആണ്. എങ്ങനെയാണ് 49 കിട്ടിയത്? നമുക്ക് കിട്ടിയ, അതായത് നമ്മൾ റെഡ്യൂസ് ചെയ്ത് കുറച്ചതിന് ശേഷം നമുക്ക് കിട്ടിയ സമയത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് എത്രയാണ്? 49 ആണ്. ഏരിയ 49 ആണ്. ഏരിയ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡാണ്, വശം ഇൻറ്റു വശമാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ x-2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എന്ത് മനസ്സിലായി? 49 എന്ന് മനസ്സിലായി. ക്ലിയർ? ഇനി നമുക്കുണ്ട് എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഒന്ന് കൃത്യമായി ശ്രദ്ധിക്കുക. x-2 ഹോൾ സ്ക്വയർ ആണ് 49. അവിടെ നമുക്ക് വേണ്ടത് ഈ ഈക്വൽസിൻ്റെ ഇപ്പോഴുള്ള ഈ സ്ക്വയറും ഒഴിവാക്കി കിട്ടണം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചും കൂടെ എക്സാമ്പിളോട് വേഗം മനസ്സിലാക്കി തരാം. ശ്രദ്ധിക്കുക. ഇപ്പോൾ x² ഈക്വൽ ടു 36 എന്ന ഒരു ഇക്വേഷൻ, ഇവിടെ എക്സിൻ്റെ വാല്യൂ കയറുന്ന രീതിയാണ് പറയാൻ പോകുന്നത്. ദെൻ x ഈസ് ഈക്വൽ ടു, കറക്റ്റ് സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. x² ഈക്വൽ ടു 36 ആണെങ്കിൽ എക്സിനെ, അതായത് എക്സ് എന്ന് പറയുന്ന നമ്പറിനെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 36 കിട്ടണം. ഒരു സംഖ്യയെ അതേ സംഖ്യ ഗുണിച്ചാൽ 36 36 കിട്ടണം. ആ സംഖ്യ ഏതാണ്? ഒരു സംഖ്യനെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ 36 കിട്ടണം. ആ സംഖ്യ ഏതാണ്? അവിടെ നമുക്ക് 2 സംഖ്യകൾ പറയാം. ഒന്ന് 6 എന്ന് പറയാം. 6 ഇൻറ്റു 6 36. പക്ഷെ 6 മാത്രമല്ല ആൻസർ, -6 എന്നും പറയാം. എന്തുകൊണ്ടാണ് -6 വരുന്നത്? -6 ഇൻറ്റു -6, -6 ഇൻറ്റു -6 എന്ന് പറയുന്നത് നെഗറ്റീവ് നെഗറ്റീവ് കുടിക്കുമ്പോൾ പ്ലസ് ആവും. 6 ഇൻറ്റു 6 36 ആൻസർ കിട്ടുക അല്ലേ? -6 ഇൻറ്റു -6, 2 നെഗറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉത്തരത്തിലെ ചിഹ്നം പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയിട്ട് മാറും. അത് ഇടേണ്ട ആവശ്യമില്ല. സോ 6 ഇൻറ്റു 6 36 ആണ്. അപ്പോൾ ഇവിടെ 2 റിസൾട്ടാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, 2 റിസൾട്ട് ഉണ്ടാവും. x² ഒരു സെക്കൻഡ് ഡിഗ്രി ആണ്. അപ്പോൾ സെക്കൻഡ് ഡിഗ്രീൻ്റെ സൊല്യൂഷൻ പറയുമ്പോൾ 2 ആൻസർ വേണം. അപ്പോൾ x² ഈക്വൽ ടു 36 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 6 ഓർ -6 എന്ന് പറയാം. ഒന്നുകിൽ 6 അല്ലെങ്കിൽ -6, -6 എന്ന് പറയാം. ഓക്കെ, ഇനി ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. x² ഈക്വൽ ടു 49 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തൊക്കെ വരാം? 7 ഇൻറ്റു 7 ആണ് 49. അത് നമുക്ക് -7 ഇൻറ്റു -7 എത്രയാണ്? 49 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് അത് എഴുതുക, പ്ലസ് ഓർ -7. ഇങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്പ് വരിക. x² 49 ആണെങ്കിൽ x ഈസ് ഈക്വൽ ടു +or -7 എന്ന് വരും.
കാരണം ഇതിൽ നിന്ന് സ്ക്വയർ ഒഴിവാതെ ഇതിൻ്റെ റൂട്ടാണ് ശരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റൂട്ടും ഇവിടെ എടുക്കണം, അതാണ് സ്ക്വയർ റൂട്ടും ഇവിടെ എടുക്കണം. അങ്ങനെ ആലോചിക്കണമെന്നില്ല. 49 എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 49 ആലോചിച്ചാൽ മതി. അതാണ് 7 ഓർ -7, -7. സോ +or-7 എന്നാണ് വായിക്കുക. ക്ലിയർ ആണല്ലോ, പ്രയാസമില്ലല്ലോ. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം, എന്നാൽ ക്ലിയർ ആയിട്ട് മാറും. അതായത് x² = 81. x² = 81. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കാണുന്ന സ്റ്റെപ്പ് എന്താ വരിക? +or- ഉണ്ടാവും. 89ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 9 ആണ്. കാരണം 9 × 9 ആണ് 81. 9 × 9 81 സോ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് +or-9 എന്ന് പറയാം. ഈ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, എന്നിട്ട് മാത്രമേ ബാക്കി ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് ക്ലിയർ ആവാത്ത കുട്ടികളുണ്ടെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ടതിന് ശേഷം മാത്രമേ ബാക്കി കേൾക്കാൻ പാടുള്ളൂ. ക്ലിയർ ആണല്ലോ. അപ്പോൾ x² = 81 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ +or-9 ഉണ്ടാവും. രണ്ട് വാല്യൂസ് ഉണ്ടാവും. അതേപോലെ ഇവിടെ നമ്മൾ എടുത്തുള്ളത് x - 2² = 49 ആണ്. നമുക്ക് വേണ്ടത് എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം ഇതാണ്. ഇതേ സ്റ്റെപ്പ് തന്നെ ഇവിടെ വരികയാണ്. ഇവിടെ നിന്ന് സ്ക്വയർ അങ്ങ് എടുത്ത് കളയാം. അപ്പോൾ x - 2 എന്ന് വരും = ഇതുപോലെ നമ്മൾ ഇവിടുന്ന് സ്ക്വയർ എടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു. അപ്പോൾ ഇവിടെ എന്ത് വേണം? x - 2 = +or-49 ആണ് അല്ലേ. 49ൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ അത് 7 വരും. സ്ക്വയർ റൂട്ട് വർഗ്ഗമൂലം എത്ര വരിക? 7 വരിക. കാരണം 7 × 7 ആണ് 49. 7 × 7 ആണ് 49. അപ്പോൾ x - 2² = 49 ആണെങ്കിൽ x - 2 എന്ന് പറയുന്നത് ഇവിടെ സ്ക്വയർ എടുത്ത് കളയുമ്പോൾ ഇവിടെ സ്ക്വയർ റൂട്ട് അപ്ലൈ ചെയ്യണം. ദാറ്റ് മീൻസ് = +or-7 എന്ന് വരും. 7 × 7 ആണ് 49. ക്ലിയർ ആണല്ലോ. പക്ഷേ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് റിസൾട്ട് ഉണ്ട്. ഒന്ന് +7 ആവാം, -7 ആവാം. റിസൾട്ട് ആയിട്ടില്ല, റിസൾട്ട് നമ്മൾ ആക്കാൻ പോവാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, പരിഗണിക്കേണ്ട ആവശ്യമില്ല. ആൻസർ ആണ്, പക്ഷെ പരിഗണിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ എക്സ് എന്ന് പറയുന്നത് ലെങ്ത്താണ്, നീളമാണ്. നീളം ഒരിക്കലും നെഗറ്റീവ് നമ്പേഴ്സ് വരില്ല അല്ലേ. നീളം ഒരു നീളം അളക്കാൻ പറഞ്ഞാൽ അതൊരിക്കലും -5 മീറ്റർ എന്ന് ആരും പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് തെറ്റാണ്. -5 മീറ്റർ നമുക്ക് അളക്കാൻ പറ്റില്ല. -5 മീറ്റർ ഒരിക്കലും ഒരു അളവ് കിട്ടുന്നില്ല. കാരണം -5 0 താഴെയാണ്. ഓക്കെ, 0 മീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്തില്ല, ഒന്നുമില്ല എന്ന മീനിങ് ആണ് അല്ലേ. 1 മീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഒരു 1 മീറ്റർ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നീളം എന്ന് പറയുന്നത് ഒരിക്കലും നെഗറ്റീവ് നമ്പർ വരുന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യേണ്ട, അത് പരിഗണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ +7 മാത്രമേ എടുക്കണ്ടൂ. അങ്ങനെ വരുമ്പോൾ x - 2 = 7. +7 എഴുതേണ്ട ആവശ്യമില്ല. x - 2 7 ആണെങ്കിൽ നമുക്കറിയാം x = -2 ഈക്വൽസിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് +2 ആയിട്ട് മാറും. മീൻസ് 9 എന്ന ആൻസർ കിട്ടും. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ അടുത്ത്? ആദ്യം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന സ്ക്വയറിൻ്റെ ഒരു വശമാണ്, ഒരു സൈഡാണ്. അത് നമുക്ക് എത്ര കിട്ടി? 9 എന്ന് കിട്ടി. അപ്പോൾ ഇത് 9 ആണ്. ഓക്കെ, ഈ ഒരു മെത്തേഡ് മനസ്സിലാക്കി എടുക്കാമെന്ന് മാത്രമാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. 49 ആകുമ്പോൾ 2 കുറച്ചിട്ട് 49 ആണെങ്കിൽ 2 കൂട്ടുമ്പോൾ അപ്പോൾ 7 ആണ്. അതിൻ്റെ റൂട്ട് 7, അതിൻ്റെ റൂട്ട് 2 ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടുമെന്ന് മനസ്സിൽ പറയാം. പക്ഷേ നമ്മൾ ഇതിൻ്റെ സ്റ്റെപ്പ്, ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു മെത്തേഡ് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, സോ നമ്മൾ പറയാം ഇത് എക്സ് ആണ്. 2 മീറ്റർ കുറച്ചു എല്ലാ വശവും. അപ്പോൾ x - 2 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ വശം ഇൻറ്റു വശം x - 2 × x - 2 എന്തായിട്ട് മാറിയിട്ടുണ്ട്? x - 2² ആയിട്ട് മാറിയിട്ടുണ്ട്. സോ x - 2² ഇവിടെ നമുക്ക് എന്താ അറിയാം? ഏരിയ 49 ആണ്, 49 ആണ്. സോ ഇവിടുന്ന് സ്ക്വയർ ഒഴിവാക്കുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് വേണം? ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. പക്ഷേ +or- സൈൻ ഇടണം, സിമ്പിൾ ഇടണം. പക്ഷെ നമ്മൾ ആൻസർ പരിഗണിക്കുമ്പോൾ നെഗറ്റീവ് പരിഗണിക്കണ്ട. പക്ഷെ എല്ലാ കേസിലും നെഗറ്റീവ് പരിഗണിക്കേണ്ടി വരും ചില കേസിലൊക്കെ. എന്താ പറയുക, ഇതിപ്പോൾ ലെങ്ത് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നെഗറ്റീവ് പരിഗണിക്കുന്നത്. നമ്പേഴ്സ് എന്തൊക്കെയാണെന്ന് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ നെഗറ്റീവ് പരിഗണിക്കേണ്ടി വരും. ഓക്കെ, ഇവിടെ ലെങ്ത് നീളമായതുകൊണ്ട് നെഗറ്റീവ് തൽക്കാലം നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. സോ x - 2 എന്ത് പറയാം? 7 എന്ന് പറയാം. ഈ 49 7 ആയി മനസ്സിലായില്ലേ? ഇവിടെ സ്ക്വയർ റൂട്ടാണ് ഇതിൻ്റെ എടുക്കുന്നത്, ഇത് കിട്ടാൻ. അതുപോലെ 49ൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. ക്ലിയർ? സോ x - 2 7 ആണ്. ദെൻ x = -2 ഈക്വൽസിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് +2 ആയിട്ട് മാറും. സോ 7 + 2 എന്ത് കിട്ടുന്ന റിസൾട്ട്? 9 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ, പ്രയാസമില്ലല്ലോ. സോ ദ സൈഡ് ഓഫ് ദ സ്ക്വയർ = 9 മീറ്റർ ആണ്. 9 എന്ന് കിട്ടും. ക്ലിയർ? ഇനി നമുക്ക് എന്താ വേണ്ടത്? അപ്പോൾ ഇത് ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് വരാം.
ഓക്കെ, പ്രയാസമില്ലല്ലോ? ഓക്കെ, ഒന്നും കൂടി ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. കാരണം ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് നമ്മൾ ക്ലിയർ ആവണം, ബേസ് ക്ലിയർ ആവണം, എന്നാലും അങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇത് ഒന്നും കൂടി കൃത്യമായിട്ട് കേട്ടതിന് ശേഷം അടുത്ത ക്വസ്റ്റ്യൻ കേൾക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സസൈസിലുള്ളത്. അത് ഞാൻ പറയുന്ന സമയത്ത് ശ്രദ്ധിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ പറയുമ്പോൾ കൃത്യമായി ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് എ സ്ക്വയർ ഗ്രൗണ്ട് ഹാസ് എ 2 meter wide path all around it. The total area of ground and the path is 1225 1225 square meter. What is the area of the ground alone? എന്താ പറയുന്നത്? A square ground has a 2 meter wide path all around it. The total area of ground and the path is 1225 square meter. What is the area of the ground alone? എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൗണ്ട്, ഓക്കെ, എന്തെങ്കിലും ഒരു ഫുട്ബോൾ എന്തൊരു ഗ്രൗണ്ട് ആയിക്കോട്ടെ, അത് സ്ക്വയറിലാണ്, സ്ക്വയറാണ്. അതിന് 2 മീറ്ററിൽ പുറത്ത്, ആ ഗ്രൗണ്ടിന് പുറത്തായിട്ട് 2 മീറ്ററിൽ ഒരു വഴിയുണ്ട്, പാത്ത്, ഒരു വഴിയുണ്ട്, നടന്നു പോകേണ്ട വഴിയുണ്ട്. ഞാനത് ഫിഗർ വരയ്ക്കുമ്പോൾ വേഗം മനസ്സിലായി. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒരു സ്ക്വയറുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ട്, അതിന് പുറത്തായിട്ട് 2 മീറ്റർ വീതിയിൽ ഒരു വഴിയുണ്ട്, ഒരു പാത്തുണ്ട്. ഓക്കെ, ചുറ്റിലുണ്ട്. ദ ടോട്ടൽ ഏരിയ ഓഫ് ദ ഗ്രൗണ്ട് ആൻഡ് ദ പാത്ത് ഈസ് 1225 ആണ്. അതായത് ഗ്രൗണ്ടിലും പുറത്തുള്ള ആ വഴിയും കൂടിയുള്ള ഏരിയ എന്ന് പറയുന്നത് 1225 സ്ക്വയർ മീറ്റർ ആണ്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി ഗ്രൗണ്ട് അലോൺ? അങ്ങനെയാണെങ്കിൽ ഗ്രൗണ്ടിന് മാത്രം ഏരിയ എത്രയാണ്? അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒന്ന് ഫിഗർ വരയ്ക്കുമ്പോൾ ക്ലിയർ ആവും. ശ്രദ്ധിക്കുക, ഇതാണ് ഗ്രൗണ്ട്, ഒരു സ്ക്വയർ ഗ്രൗണ്ടാണ്. ഓക്കെ, ഇതിന് ചുറ്റിലും ഒരു വഴിയുണ്ട്. ഒരു വഴി മീൻസ് ഒരു നടപ്പാത എന്ന് പറയും. ഒരു നടപ്പാതയുണ്ട്. ഓക്കെ, ഈ നടപ്പാതയുടെ, ഈ പാത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2 മീറ്ററാണ്. ഇത് 2 മീറ്ററാണ്. അപ്പോൾ ഇതും 2 മീറ്റർ ആയിരിക്കും, ഇതും 2 മീറ്റർ ആയിരിക്കും, ഇതും 2 മീറ്റർ ആയിരിക്കും. ഓക്കെ, ഇത് 2 മീറ്ററാണ്. അപ്പോൾ ഒരു സ്ക്വയർ ഗ്രൗണ്ടാണ്, അതിന് പുറത്ത് ചുറ്റുമായിട്ട് എന്തുണ്ട്? ഒരു 2 മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട്. ഇതിലെ മൊത്തം ഇങ്ങനെയുള്ള ഷേപ്പിൻ്റെ മൊത്തം പരപ്പളവ് ഏരിയ എന്ന് പറയുന്നത് 1225 സ്ക്വയർ മീറ്ററാണ്. ഇത് മൊത്തം ഈ ചെറുതും വലുതും അടക്കമുള്ള അതിൻ്റെ 1225 ആണ്. അങ്ങനെയാണെങ്കിൽ ഗ്രൗണ്ടിന് മാത്രമുള്ള ഏരിയ എത്രയായിരിക്കും? ഗ്രൗണ്ടിൻ്റെ മാത്രം ഏരിയ, പരപ്പളവ് എന്തായിരിക്കും? അതായത് നമുക്ക് വേണ്ടത് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ്. ഇത് മാത്രം എത്ര ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു പ്രയാസമില്ല, സിമ്പിളാണ്. നമുക്ക് വേണ്ടത് ഈ ഗ്രൗണ്ടിൻ്റെ എന്താണ്? എന്താ വേണ്ടത് നമുക്ക്? വാട്ട് ഈസ് ഏരിയ ഓഫ് ദ ഗ്രൗണ്ട് അലോൺ? ഇതിൻ്റെ ഏരിയയാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ ഏരിയ വേണമെങ്കിൽ അതിനൊരു വശം കിട്ടിയാൽ മതി. വശം ഇൻറ്റു വശമാണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. സൈഡിൻ്റെ സൈഡാണ് അതിൻ്റെ പരപ്പളവ്, ഏരിയ എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു സൈഡ്, ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് ഇവിടെ എടുക്കാം. എക്സ് ആക്കി എടുക്കുക. അതായത് ഈ ലെങ്ത്ത് എക്സ് ആക്കി എടുക്കുക. ശ്രദ്ധിക്കേ, ഈ ലെങ്ത്ത് എത്രയാണ്? എക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമുക്കറിയാം ഇത് 2 മീറ്റർ ആണ്, ഇതും 2 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് എക്സിൻ്റെ കൂടെ ഈ രണ്ടും കൂട്ടുക, മൊത്തം നീളം, ഇവിടുത്തെ വരെയുള്ള നീളം എക്സും 2ഉം കൂടി വരും. അപ്പോൾ ആൻസർ നമുക്കറിയാം അത് എക്സ് പ്ലസ് 4 ആണെന്ന് മനസ്സിലാക്കുക. എങ്ങനെയാണ് എക്സ് പ്ലസ് 4 കിട്ടുന്നത്? ഇത് എക്സ് ആണ്, കൃത്യമായി ശ്രദ്ധിക്കുക, ബേസിക്കായുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. ഇത് എക്സ് ആണ്, ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. അപ്പോൾ 2 + 2 4 ആണ്. അപ്പോൾ ഈ എക്സിൻ്റെ കൂടെ മൊത്തം 4 ആഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതെത്ര ഉണ്ടാവും? സ്ക്വയർ അല്ലേ, സമചതുരല്ലേ, അതും എക്സ് പ്ലസ് 4 ഉണ്ടാവും. എങ്ങനെ എക്സ് പ്ലസ് 4 കിട്ടുന്നത്? ഈ ലെങ്ത്ത് എക്സ് ആയതുകൊണ്ട് ഈ ലെങ്ത്ത് എക്സ് ആണ് വരിക. ഓക്കെ, അപ്പോൾ ഈ ലെങ്ത്ത് എക്സ് ആണ് വരിക, ഈ ലെങ്ത്ത് ഇവിടുത്തെ വരെ. പിന്നെ ഈ 2 കൂടി വരുമ്പോൾ അത് എക്സ് പ്ലസ് 4 ആയിട്ട് മാറും. അങ്ങനെ ആവുമ്പോൾ ഇവിടെ എക്സ് പ്ലസ് 4 ആണ് വരിക, ഇവിടെയും എക്സ് പ്ലസ് 4 ആണ് വരിക. അപ്പോൾ ഈ ഫിഗർ വരച്ച് പറയുമ്പോൾ ഒന്നും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഒരു സ്ക്വയർ ഗ്രൗണ്ട് ഉണ്ട്. ഓക്കെ, അതിന് ചുറ്റും 2 മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട്, ഒരു പാത്തുണ്ട്. നമുക്കറിയാം മൊത്തം പരപ്പളവ് എന്ന് പറയുന്നത് 1225 ആണ്. ഏത് ഗ്രൗണ്ടും
പാത്തും അടക്കം ഗ്രൗണ്ടും നടപ്പാതയുടെയും കൂടി രണ്ടും കൂടി അതിൻ്റെ ഏരിയ പരപ്പളവ് 1225 സ്ക്വയർ മീറ്റർ ആണ്. നമുക്ക് വേണ്ട എന്താ, ഗ്രൗണ്ടിൻ്റെ മാത്രം ഏരിയ ആണ് വേണ്ടത്. അപ്പോൾ പ്രയാസമൊന്നുമില്ല. തൊട്ട് മുന്നേ ചെയ്ത് അതേപോലെ തന്നെയാണ്. വലിയ സ്ക്വയർ എടുക്കാം. ഈ വലിയ സ്ക്വയർ എടുക്കാം. ഈ വലിയ സ്ക്വയർ എടുത്തിട്ട് അതിൻ്റെ വശം ഇൻറ്റു വശമാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്ന 1225. കാരണം സൈഡ് ഇൻറ്റു സൈഡാണ് ഏരിയ പരപ്പളവ്. അപ്പോൾ മൊത്തം പരപ്പളവ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നതുകൊണ്ട് നമുക്കറിയാം x+4 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1225 എന്ന് എഴുതാം. അത് എഴുതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രയാസമില്ല. ഇത് എഴുതി കിട്ടാനാണ് പ്രയാസം. അത് നന്നായിട്ട് ക്വസ്റ്റ്യനൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതെങ്ങനെ x+4 ഹോൾ സ്ക്വയർ വന്നത്? അത് മനസ്സിലായോ? x+4 ഇൻറ്റു x+4 ആണ് x+4 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. ഒട്ടും മുന്നേ ഡിസ്കസ് ചെയ്തു. x ഇൻറ്റു x ആണ് x സ്ക്വയർ, y ഇൻറ്റു y ആണ് y സ്ക്വയർ. അത് പറഞ്ഞു അല്ലേ. p ഇൻറ്റു p ആണ് നമുക്കറിയാം p സ്ക്വയർ. സിമിലർലി x+4 ഇൻറ്റു x+4 എന്ന് പറയുന്നത് x+4 ഹോൾ സ്ക്വയർ ആണെന്ന് മനസ്സിലാക്കാം. അത് എത്രയാണ് ഇവിടെ? 1225 മനസ്സിലാക്കാം. ഇവിടെ നിന്ന് നമുക്ക് എന്താ വേണ്ടത്? എക്സിൻ്റെ വാല്യൂ കണ്ടിട്ട് അതിൻ്റെ പരപ്പളവ് വേണം. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പോലെ തന്നെ ഇവിടെ നമുക്ക് സ്ക്വയർ ഒഴിവാക്കുമ്പോൾ ഇവിടെ x+4 വരും. പ്ലസ് ഓർ മൈനസ് തൽക്കാലം വെക്കുക. കാരണം നമുക്ക് നെഗറ്റീവ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെയും ഇത് ലെങ്ത് ആണ് എക്സ് അല്ലേ, ഒരു നീളമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവിടെ നെഗറ്റീവ് പരിഗണിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റെപ്പിന് വേണ്ടിയിട്ട് x+4 ± 1225 സ്ക്വയർ റൂട്ട് വേണം. ഓക്കെ, അപ്പോൾ സ്ക്വയർ റൂട്ട് കാണുന്ന മെത്തേഡ് നമ്മൾ ചില ക്ലാസ്സൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 1225 ആകുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് എപ്പോഴും 5 വരും അല്ലേ. ഒറ്റയുടെ സ്ഥാനത്ത് 5 വരും, 25 അല്ലേ. അപ്പോൾ 5 ആകുമ്പോൾ 5 × 5 25 വരാം. അപ്പോൾ ഇവിടെ 25 ആകുമ്പോൾ വേറെ എളുപ്പം 12 അല്ലേ. ഒരു സംഖ്യേനെ ഒന്ന് കൂട്ടിയിട്ടുള്ള സംഖ്യയോട് ഗുണിക്കുമ്പോൾ 12 കിട്ടണം. 25 ആണ് ഇവിടെ വന്നതെങ്കിൽ എളുപ്പവിദ്യയാണ്. ഇവിടെ 25 വന്നതെങ്കിൽ ഒരു എളുപ്പവിദ്യ. ഇവിടെ ഒരു 12 കാണുന്നില്ലേ ബാക്കിയുള്ളത്. ഒരു സംഖ്യേനെ അതിൻ്റെ തൊട്ടപ്പുറത്തെ സംഖ്യയോട് ഗുണിക്കുമ്പോൾ 12 കിട്ടണം. ആ സംഖ്യ ഇവിടെ വരിക. ശ്രദ്ധിക്കേ, ഒരു സംഖ്യ ഇവിടെ നമുക്ക് എഴുതാനുണ്ട്. 5 അല്ല ആൻസർ. ഇവിടെ ഒരു സംഖ്യ എഴുതാനുണ്ട്. ആ സംഖ്യ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ സംഖ്യയും അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു സംഖ്യ, അത് തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ 12 കിട്ടണം. അപ്പോൾ ഒറ്റയുടെയും 10ൻ്റെ സ്ഥാനത്ത് 25 വന്നാലുള്ള ഗുണമാണിത്. അങ്ങനെ 2 5 വന്നാലുള്ള ഗുണം. അപ്പോൾ നമുക്കറിയാം അത് 3 ആണെന്ന് മനസ്സിലാക്കണം. കാരണം 3ന് തൊട്ടപ്പുറമുള്ള സംഖ്യയായിട്ടുള്ള സംഖ്യ 4 ആണ്. 3 × 4 എത്രയാണ്? 12 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അത് 35 ആണെന്ന് മനസ്സിലാക്കാം. ഇനി ചില കുട്ടികൾക്ക് ചില കൺഫ്യൂഷൻ ഉണ്ടാവും, ഇങ്ങനെ 25 വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ചെയ്ത് പ്രാക്ടീസാണ്. അതുകൊണ്ട് ഞാൻ പറയാം, 1225ൻ്റെ സ്ക്വയർ റൂട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ എക്സാമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതിപ്പോൾ 35 25 വന്നുള്ള എളുപ്പമാണ് അല്ലേ. വേറെ പല സംഖ്യ വരുമ്പോൾ കാണാനുള്ള ഒരു മെത്തേഡ് ഞാൻ പെട്ടെന്ന് പറയാം, ശ്രദ്ധിക്കുക. 1225 ആണെങ്കിൽ നമുക്കറിയാം ഒറ്റയുടെ സ്ഥാനത്ത് എപ്പോഴും 5 വരും. ഒറ്റയുടെ സ്ഥാനത്ത് 5 വരും. കാരണം 5 × 5 25 വർഗ്ഗമല്ലേ കാണുന്നത് അല്ലേ. 5 × 5 ആണ് 25. ഇതിൻ്റെ വർഗ്ഗം കാണുമ്പോൾ 5 × 5 25 ആകുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് 5 വരും, വേറെ ഒരു സംഖ്യ വരില്ല. ഇനി നമുക്ക് വേണ്ടത് ഈ സംഖ്യ 12 എടുക്കുക. 12ൻ്റെ തൊട്ട് താഴെയുള്ള ഒരു പൂർണ്ണവർഗ്ഗം പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് ചെക്ക് ചെയ്യുക. 12ൻ്റെ തൊട്ട് താഴെയുള്ള പൂർണ്ണവർഗ്ഗം പെർഫെക്റ്റ് സ്ക്വയർ അത് നമുക്കറിയാം 9 ആണ്, 9 ആണ്. 9ൻ്റെ സ്ക്വയർ റൂട്ട് 9ൻ്റെ വർഗ്ഗമൂലം അത് എത്രയാണ്? 3 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് 1200 സ്ക്വയർ റൂട്ട് 35 നമുക്ക് അറിയാം. അറിയാത്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ പോകും അല്ലേ. അപ്പോൾ ഇതിന് സ്ക്വയർ റൂട്ട് ഉണ്ടെങ്കിൽ അത് 35 വരും. ഓക്കെ, അതിനി നമ്മൾ ഉറപ്പിക്കാണ്ട് 35 ഗുണിച്ചിട്ട് 1225 ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആൻസർ ആക്കാം. ഓക്കെ, ഇനി ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. ഒന്നുകൂടി പറഞ്ഞാലേ ക്ലിയർ ആവും. ഒന്നുകൂടി പറയാം. ഇപ്പോൾ 576 ഇതിൻ്റെ സ്ക്വയർ റൂട്ട് വേണം. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് വേണമെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് ഏതൊക്കെ സംഖ്യകൾ വരുന്നില്ല. ഒറ്റയുടെ സ്ഥാനത്ത് സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഒന്നിൽ 4 ആവാം. കാരണം ഏതോ ഒരു 2 അക്ക സംഖ്യ വരാം. അതിനെ 4 ഗുണിക്കുമ്പോൾ 4 × 4 16 വരും. ബാക്കി നമുക്ക് ഗുണിക്കാനുണ്ട്, 16 വരുന്നു ഒറ്റയുടെ സ്ഥാനത്ത്. അപ്പോൾ 4 ഒറ്റ സംഖ്യ ഒറ്റയുടെ സ്ഥാനത്ത് 4 ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ വേറൊന്നും കൂടി ആവാനുള്ള സാധ്യതയുണ്ട്. 6 × 6 36. 6 × 6 36 ആണ്. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് 6 ആവാനും സാധ്യതയുണ്ട്. ഓക്കെ, അതായത് 4 ആണ് ഒറ്റയുടെ സ്ഥാനത്തെങ്കിൽ അതുകൊണ്ട് തന്നെ ഗുണിക്കുമ്പോഴാണ് ഈ ആൻസർ കിട്ടേണ്ടത്. അപ്പോൾ 4 ഒറ്റയുടെ സ്ഥാനത്ത് വരുമ്പോൾ 4 × 4 16.
അപ്പോൾ ഇവിടെ 6 ആണ്. ശരിയാണ്, 4 ആവാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ 4 ആവാം. അല്ലെങ്കിലുള്ള സാധ്യത 4 ആണ്. അതിനൊരു ചാൻസ് ഉണ്ട്. ചിലപ്പോൾ 4 ആവാം, അല്ലെങ്കിൽ എന്താവാം 6 ആവാം. കാരണം 6 × 6 36 ആണ് അല്ലേ? അപ്പോൾ 6 ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി 10ന് സ്ഥാനത്ത് ടെൻസ് പ്ലേസിൽ എന്ത് എഴുതുന്നുള്ളതാണ്. അപ്പോൾ ഈ സംഖ്യ നോക്കുക, 5 നോക്കുക. 5ന് തൊട്ട് താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ, 5ന് തൊട്ട് താഴെ വരുന്ന പൂർണ്ണവർഗം അത് 4 ആണ്. അതിൻ്റെ സ്ക്വയർ റൂട്ട് വർഗ്ഗമൂലം അത് 2 ആണ്. അപ്പോൾ ഇതിന് ഉണ്ടെങ്കിൽ ഒന്നുകിൽ 24 ആയിരിക്കും, അല്ലെങ്കിൽ 26 ആയിരിക്കും. ഒന്നുകിൽ 24 അല്ലെങ്കിൽ 26. ഇത് നിങ്ങളൊന്ന് കൺഫേം ആക്കണം. എങ്ങനെ കൺഫേം ചെയ്യാം? ഗുണിച്ച് നോക്കുക. നമുക്കറിയാം 26 ഒരിക്കലും വരില്ല. കാരണം 25ൻ്റെ നമുക്ക് 625 അറിയാം. 25ൻ്റെ എത്രയാണ്? 625. 625 കുറവാണ് 526. അപ്പോൾ ഒരിക്കലും 26 വരില്ല. അപ്പോൾ സാധ്യത ഏതാണ്? 24 ആണ്. പക്ഷേ 24 കൺഫേം ആക്കണം. കാരണം 24 ചെയ്ത് നോക്കിയിട്ട് 576 കിട്ടുന്നതെങ്കിൽ ആൻസർ ശരിയാണ്. അപ്പോൾ ഞാൻ മെത്തേഡ് ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്. ഇതൊക്കെ ക്ലാസ്സിൽ നിന്ന് നല്ല വൃത്തിയിൽ പറയേണ്ട കാര്യമാണ്. ചെറിയ ക്ലാസ്സിൽ പഠിച്ചതായിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഒരു എക്സാം കൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ് ചോദിക്കുന്നത്. ചിലപ്പോൾ സ്ക്വയർ റൂട്ട് ഉണ്ടാവണമെന്നില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ചോദിക്കുകയാണ്, ഇതിന് സ്ക്വയർ റൂട്ട് ഉണ്ടെങ്കിൽ. ഇതിന് സ്ക്വയർ റൂട്ട് ഇല്ല. ഓക്കെ, എന്നാൽ ഉണ്ടെങ്കിൽ ഏതൊക്കെയാവാനാ സാധ്യത, അത് മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ 7831. ഓക്കെ, ഇതിനെ സ്ക്വയർ റൂട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ 1 ആണ്. ഓക്കെ, 1 എന്ന് പറയുമ്പോൾ ഒരു സംഖ്യന് അതേ സംഖ്യ വിളിച്ചിട്ട് 1 കിട്ടുന്നത് നമുക്ക് 1 തന്നെ പറയാം. 1 × 1 1 കിട്ടുക. അല്ലെങ്കിൽ 9 പറയാം. 9 × 9 81 അല്ലേ? 1 കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഒന്നുകിൽ 9 ആയിരിക്കാം. ഇനി ടെൻസ് പ്ലേസിൽ 10ൻ്റെ സ്ഥാനത്ത് സംഖ്യ എഴുതണം. അത് എഴുതുന്നൊരു മെത്തേഡ് ക്ലിയർ ആക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്. ഇതിന് പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടാവില്ല. 78 ആണ്. 78ന് തൊട്ട് താഴെ നിൽക്കുന്ന പൂർണ്ണവർഗം പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്? 78ന് തൊട്ട് താഴെയുള്ള പൂർണ്ണവർഗം, തൊട്ട് താഴെയുള്ളത് 8 × 8 64 ആണ്. അപ്പോൾ 64 ആണ് 78ന് തൊട്ട് താഴെ നിൽക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? ആ 64ൻ്റെ സ്ക്വയർ റൂട്ട് 8 ആണ്. അപ്പോൾ ഇവിടെ 8 എഴുതാം. അപ്പോൾ ഇതിന് സ്ക്വയർ റൂട്ട് ഉണ്ടെങ്കിൽ അത് 81 89 ആവാനുള്ള സാധ്യതയുള്ളൂ. ചിലപ്പോൾ 2 ആയിരിക്കില്ല ഇല്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ ഉണ്ടെങ്കിൽ അത് 81 അല്ലെങ്കിൽ 89 ആയിരിക്കും. വേറൊരു നമ്പറും വരില്ല. ഇനി ഇത് രണ്ടും കൺഫേം ആക്കിയാൽ മതി ശരിയാണോ എന്നുള്ളത്. 81 ഗുണിച്ച് നോക്കുക. അതുപോലെ 89 89 ഗുണിച്ച് നോക്കുക. ഓക്കെ, എന്തായാലും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് പറയാം x + 4 = നമുക്കറിയാം ഇതെന്താണ്? 35 ± 35 എന്ന് പറയാം. അപ്പോൾ ഞാൻ സ്ക്വയർ റൂട്ട് കാണുന്ന മെത്തേഡ് എല്ലാവരും ക്ലിയർ ആയിട്ടുണ്ടാവില്ല. അതെന്ത് ഒന്നും കൂടി വ്യക്തമായിട്ട് കേട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ x + 4 = ± 35 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നെഗറ്റീവ് അങ്ങ് ഒഴിവായി കളയാം. നെഗറ്റീവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്താ പറയാം? x + 4 = മൈനസ് വേണ്ട 35 മതി, പ്ലസ് മാത്രം എടുക്കുക. അങ്ങനെയാണെങ്കിൽ x = +4 അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് 35 - 4 എന്ന് വരും. 35 4 കുറയ്ക്കുകയാണ് എന്ന് പറഞ്ഞാൽ 31 കിട്ടും. അപ്പോൾ x എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിലുള്ള ഈ സ്ക്വയർ ഗ്രൗണ്ടിൻ്റെ എന്താണ് ഒരു വശമാണ് x 31 എന്ന് കിട്ടിയത്. സോ 31 മീറ്റർ ആണ് ഇവിടെ നമുക്ക് കിട്ടിയ റിസൾട്ട്. ആ സ്ക്വയറിൻ്റെ ഏരിയ ആണ് ചോദിച്ചത്, പരപ്പളവാണ് ചോദിച്ചത്. പരപ്പളം എന്ന് പറയുന്നത് നമുക്കറിയാം വശം ഇൻറ്റു വശമാണ്, സൈഡ് ഇൻറ്റു സൈഡാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കിയേ. പരപ്പളവ് അതായത് ഏരിയ എന്ന് പറയുന്നത് വശത്തിനെ വശം കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ 31 ആണ് ഒരു വശം കിട്ടിയത്. സോ ഏരിയ ഓഫ് സ്ക്വയർ ഗ്രൗണ്ട് ഈസ് ഈക്വൽ ടു വശം ഇൻറ്റു വശം 31 × 31. 31 × 30 ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 961 മീറ്റർ സ്ക്വയർ ആണ് കിട്ടുക. ഇതാണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. 31 × 31 ഗുണിച്ച് നോക്കുക. അപ്പോൾ 961 കിട്ടും. അപ്പോൾ 961 മീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെ സ്ക്വയർ മീറ്റർ ആണ് അതിൻ്റെ ഏരിയ. ഏതിൻ്റെ? ഗ്രൗണ്ടിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ പ്രയാസമില്ലല്ലോ. ഒന്നും ചെയ്യാൻ പറയാം. ആദ്യം നമ്മൾ x ഇതെടുത്തു. 2 മീറ്റർ അപ്പുറവും 2 മീറ്റർ അപ്പുറം എന്തുണ്ട്? വീതിയുള്ളൊരു പാതയുണ്ട്, ഒരു വൈറ്റ് പാത്ത് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഇവിടുന്ന് മുതൽ ഇവിടുത്തെ വരെ നമുക്കറിയാം x + 4 ആണ്. കാരണം ഈ x അതായത് ഈ എക്സും 2ഉം 2 വരുമ്പോൾ x + 4 ആയിട്ട് മാറും. അങ്ങനെ ആകുമ്പോൾ മൊത്തം ഏരിയ നമുക്കറിയാം 1225 ആണ്. സോ x + 4 ഹോൾ സ്ക്വയർ = 1225 എന്ന് പറയാം. അങ്ങനെ ആകുമ്പോൾ x + 4 എന്ന് പറയുന്നത് ± 35 ആണ്. അപ്പോൾ നെഗറ്റീവ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലസ് എടുക്കുമ്പോൾ x + 4 = 35. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 35 - 4 എന്ന് 31 എന്ന് കിട്ടും.
ഓക്കെ, അപ്പോൾ 31 മീറ്റർ ആയതുകൊണ്ട് ഏരിയ ഓഫ് ഗ്രൗണ്ട് ഈസ് ഈക്വൽ ടു 31 × 31. 31 × 31 എത്ര കിട്ടുന്ന റിസൾട്ട്? 961 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. പ്രയാസമില്ലല്ലോ? അപ്പോൾ എന്തെങ്കിലും എന്ത് ചെയ്യാം, സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം, റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കേൾക്കുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം. പ്രയാസമല്ലോ? അപ്പോൾ ഈ എക്സസൈസിലെ 2 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി അങ്ങോട്ട് കുറച്ചും കൂടി പ്രയാസങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ എന്ത് ചെയ്യണം, ബേസിക്കായിട്ട് വരുന്നത്, അതായത് ഫസ്റ്റ് ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ക്ലാസ് ഒക്കെ എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇതിന് മാത്രമേ അങ്ങോട്ട് കേൾക്കാൻ പാടുള്ളൂ. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, എന്നാൽ ശരി, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക്